ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ദുബായിൽ ഒരു മീറ്റിങ്ങിന് പോയി. അവർ ചിലപ്പോൾ ഇത് ലൈവ് കേൾക്കുന്നുണ്ടാവും. ഞാൻ ഈ ദുബായ് മീറ്റിങ്ങിന് പോയപ്പോ അൽമുള്ള പ്ലാസ എന്ന് പറയുന്ന ദുബായിയുടെ ഹൈവേയുടെ സൈഡിൽ ഒരു അപ്പാർട്ട്മെന്റില്ല, ഒരു ഫ്ലാറ്റില്ല ഞാൻ താമസിക്കുന്നത്. ആ താമസിക്കുന്ന വീട്ടിലെ അച്ഛന്റെ പേര് സാജൻ കോശി അങ്കണെന്ന, പ്രാർത്ഥിക്കുന്ന കരയുന്ന നല്ലൊരു ദൈവദാസിയാണ്. ഷീലാൻഡി വൈഫ, 2 മക്കളുണ്ട്. ഇവന്മാര് പഠിക്കുമ്പോൾ ഞാൻ അവിടെ താമസിക്കുക. അപ്പൊ ഞാൻ അന്ന് രാത്രി മുഴുവൻ ഇരുന്ന് യേശുവിന്റെ വരവിനെ കുറിച്ച് അങ്ങ് പറഞ്ഞു. കുടുംബ പ്രാർത്ഥനക്ക് യേശു വരും ഷീലാൻഡി, യേശു വരും, നമുക്ക് പോണം. എന്നിട്ട് ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടത്തെ സ്ഫടികം, സ്വർണ്ണ തിരുവീതി, ഇതൊക്കെ ഞാനിങ്ങനെ പഠിപ്പിച്ച് പാട്ടൊക്കെ പാടി അങ്ങ് ആകാംക്ഷയിലാ പോയി എന്ത് ചെയ്തത്, കിടന്നത്. ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വെളുപ്പിന് 6 മണിയാകുന്നതിന് മുമ്പേ എന്നെ കൊല്ലത്തുള്ള ഒരു സജിയുണ്ട്. സജി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബിജു പാഷേ എനിക്ക് അത്യാവശ്യമായിട്ട് ബിജു പാഷനെ കാണണം. ഞാൻ പറയടാ ഞാനിവിടെ ഉണ്ട്. അതല്ല പാഷേ, ഞാൻ ഡ്യൂട്ടിയിലാണ്, എനിക്ക് കയറി വരാൻ ഒക്കത്തില്ല, ഞാൻ ഈ യൂണിഫോം ഇട്ടുകൊണ്ട് നിൽക്കുക, പ്ലീസ് പാസിന് പറ്റുമെങ്കിൽ ഒന്ന് ഇറങ്ങി വന്നേ. അപ്പൊ ഞാന് ഈ ഉടുത്ത ലുങ്കി ഒലിഞ്ഞവിടെ ഇട്ടു. എന്നിട്ട് എന്റെ പെട്ടിക്കകത്തുനിന്ന് വീട്ടിലിരുന്ന പാൻറ്റും ഇട്ടേച്ച് ബനിയാൻ ഊരി ഞാൻ കട്ടിലിട്ടിട്ട് ഒരു ബനിയാനും എടുത്തിട്ട് ഇവരാരും അറിയാതെ തുറന്ന് സ്റ്റെയർ വഴി താഴെ ചെന്നപ്പോ സജിക്ക് വേറൊരു കൊതി, എനിക്കൊരു ബർഗർ മേടിച്ച് എന്നെയും കൊണ്ട് ബർഗർ തിന്നാൻ പോയി. ഫോണും എടുത്തില്ല, ഫോൺ അവിടെ ഇരിക്കുക. ഷീലാൻഡി എഴുന്നേറ്റ് 6 മണിക്ക് ചായയും കൊണ്ട് ഒറ്റ വിളി, അച്ഛാ വിളി കേട്ട് സാജൻ കോശി, എന്താടി? കർത്താവ് വന്നച്ച, കർത്താവ് വന്നു. സാജൻ കോശി നീ ചുമ്മാ, അച്ഛാ മുണ്ട് കിടക്കുന്ന കണ്ടില്ലേ, ബനിയൻ കിടക്കുന്ന കണ്ടില്ലേ, മൊബൈൽ ഫോൺ കിടക്കുന്ന കണ്ടില്ലേ. ഷീലാൻഡ്, ഞാൻ തമാശക്കല്ല, ഷീലാൻഡ് അങ്ങ് ടെൻഷൻ കരച്ചിലായി. അച്ഛാ സോമപാഷ വിളി അച്ഛാ. ഉടനെ നീ ഒന്ന് അടങ്ങടി. സോമപാഷ വേഗം ഫോൺ എടുത്തു. ഹലോ പ്രൈസല്ലോ, പാഷ പോയില്ലേ? എവിടെ? എന്റെ പൊന്നുപാഷയെ കർത്താവ് വന്നു. കർത്താവ് വന്നോ? നമ്മുടെ ബിജു പാഷ പോയി. പിന്നെ സാജൻ കോശിയങ്കള്, പാഷേ ഇനി നമ്മൾ എന്ത് ചെയ്യും പാഷ? സോമപാഷ്, സാജൻ കോശ് ഒന്ന് അടങ്ങ്. അപ്പൊ ആ ചർച്ച നല്ല വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു ആന്റിയുണ്ട്. ആന്റി വിളിച്ചപ്പോ, പാഷേ ആന്റിയും പോയില്ലേ? ഒരു 10 മിനിറ്റിനകത്ത് ബിബിനെ ഈ ചർച്ചിലുള്ള മെമ്പേഴ്സിനെ എല്ലാം വിളിച്ചു. ആരും പോയിട്ടില്ല. പിന്നെ അവർക്ക് സംശയം, ഞാനെവിടെ പോയി? ഇവര് ടെൻഷൻ അടിച്ച് ഒരു മുന്ത വെള്ളമൊക്കെ കുടിച്ചിട്ടിരിക്കുമ്പോ ഞാൻ കയറി വരുന്നത്. ഞാൻ ബർഗറും കഴിച്ച് വളരെ സന്തോഷമായിട്ട് കയറി വരും. എന്റെ മുമ്പിൽ ഇന്ന് വരെ ഒരു വാക്ക് പറയാത്ത സാജൻ കോശികൾ എഴുന്നേറ്റിട്ട് വൃത്തികേട് കാണിക്കരുത്, കുറച്ചു നേരം കൂടി താമസിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാം അറ്റാക്ക് വന്ന് എത്തുപോയേന്. അപ്പൊ ഞാനിതൊന്നും അറിയുന്നില്ല. എന്നോട് ഇവര് വിവരിച്ചപ്പോൾ ഈ ഷീലാൻഡിക്ക് ഡൈനിങ് ടേബിൾ കസേരയിരിക്കുക. പാസേ മനസ്സിലായി, പാസേ വന്നാ പോയില്ലെങ്കിൽ എന്താകുമെന്ന് ഇച്ചിരി നേരം കൊണ്ട് മനസ്സിലായി.